നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എങ്ങനെയാണ് ഈസി ആയിട്ട് പല്ലു പ്ലീറ്റ്സ് റെഡിയാക്കാം, അതുപോലെ ഹിപ്പ് പ്ലീറ്റ്സും അതുപോലെ നമ്മുടെ അടിയിലത്തെ പ്ലീറ്റ്സൊക്കെ എങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് എന്നാൽ ഈസി ആയിട്ട് റെഡിയാക്കാം എന്ന് നമുക്ക് നോക്കാം. അപ്പം സാരി എടുക്കുന്നതിന് മുന്നുള്ള ഫസ്റ്റ് റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹീലുള്ള ചെരുപ്പാണ് ഇടേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെരുപ്പിട്ടതിന് ശേഷം മാത്രം സാരി എടുക്കുക. അപ്പം നമ്മൾ റൈറ്റ് സൈഡിൽ നിന്നുമാണ് സാരി എടുക്കാൻ തുടങ്ങുന്നത്. അപ്പം നമ്മൾ അതിൻ്റെ എൻഡിൽ ഒരു നോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ റൈറ്റ് സൈഡിലാണ് കേട്ടോ നമ്മൾ ആദ്യം തന്നെ ഒന്ന് ആ നോട്ടൊന്ന് ഉള്ളിക്കായി ടക്കിങ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടൊരു റൗണ്ട് ചുറ്റി വീണ്ടും നമ്മുടെ റൈറ്റ് സൈഡിലേക്ക് തന്നെ വന്ന് ഒരിക്കൽ കൂടി നമ്മൾ ബാക്കിലത്തെ ഭാഗവും ഒക്കെ നല്ല വൃത്തിയായിട്ട് ഉള്ളിലേക്ക് ടക്കിങ് ചെയ്ത് കൊടുക്കുക. എന്നാലേ അവസാനത്തെ ഓവറോൾ ലുക്ക് ഭംഗിയാവുള്ളൂ. ബേസ് നന്നായാലല്ലേ അവസാനവും ഭംഗി ഉണ്ടാവുള്ളൂ. അതിനുശേഷം നമ്മൾ നേരെ പല്ലു പ്ലീറ്റ്സ് ആണ് കേട്ടോ എടുക്കാൻ പോകുന്നത്. അപ്പം ഞാൻ ഈ എടുക്കുന്ന പല്ലു പ്ലീറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ നമ്മുടെ നീ ലെങ്ത്തിന് താഴെയുള്ളൊരു ലെങ്ത്ത് വരെയാണ് നമ്മൾ പല്ലു സാധാരണ എടുക്കുക. അപ്പം നമ്മൾ ആ ഒരു ലെങ്ത്ത് എടുത്തിട്ട് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ലെഫ്റ്റ് സൈഡിൽ നിന്നുമാണ് കേട്ടോ പല്ലു പ്ലീറ്റ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ലെഫ്റ്റ് സൈഡിലാണ് അതിൻ്റെ ഓപ്പണിങ്. ഈ ലെഫ്റ്റ് സൈഡിലേക്കാണ് ഫസ്റ്റ് പ്ലീറ്റ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ലാസ്റ്റ് പ്ലീറ്റ് വരേണ്ടത് റൈറ്റ് സൈഡിലേക്കാണ്. അപ്പോൾ ഈ ഒരു ഫസ്റ്റ് പ്ലീറ്റിനെ നമ്മൾ കുറച്ച് വലുതെടുക്കണം. അപ്പം ഞാൻ എൻ്റെ ഒരു ഷോൾഡറിൻ്റെ ആ ഒരു വീതി, അതായത് നമ്മുടെ ഒരു പോയിൻറ്റ് ഫിംഗറിൻ്റെ വീതിയിലാണ് നമ്മൾ ഫസ്റ്റ് പ്ലീറ്റ് എടുക്കുന്നത്. എന്നിട്ട് അതിൻ്റെ അടിയിലത്തെ പ്ലീറ്റ് അതിനേക്കാളും കുറച്ച് ചെറുതെടുക്കുക. പിന്നെ ബാക്കി വരുന്ന പ്ലീറ്റ്സൊക്കെ നമുക്ക് അത്യാവശ്യം നല്ലോണം ചെറുതാക്കി തന്നെ എടുക്കുക. എന്നിട്ട് ഏറ്റവും ലാസ്റ്റ് പ്ലീറ്റ് നമുക്ക് കുറച്ച്, അതായത് നമ്മുടെ ഫസ്റ്റ് പ്ലീറ്റിനേക്കാളും ഇത്തിരി ചെറുതായിരിക്കണം. അല്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വൃത്തികേടായിട്ട് ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ തള്ളി നിൽക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഫസ്റ്റ് പ്ലീറ്റിനേക്കാളും ചെറിയ പ്ലീറ്റ് തന്നെ, എന്നാലും ലാസ്റ്റ് പ്ലീറ്റ് ബാക്കി പ്ലീറ്റുകളെക്കാളും കമ്പാരിറ്റീവ്ലി കുറച്ചും കൂടി ചെറുതാക്കി എടുക്കുക. അതിന് ശേഷം നമ്മളിതിങ്ങനെ പ്ലീറ്റ് ചെയ്തെടുത്തില്ലേ, അതിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ആ ഒരു മടക്കൊന്ന് കുടഞ്ഞു കൊടുക്കുമ്പോൾ തന്നെ അതിങ്ങനെ വിട്ട് വരും. അപ്പം നമുക്ക് കറക്റ്റ് നമ്മുടെ പ്ലീറ്റ്സ് ഫുള്ളായിട്ട് ഒറ്റ സ്ട്രെച്ചിൽ നമുക്കത് കിട്ടും. ഇനി നമ്മൾ വേറെ അടിയിലേക്ക് പ്ലീറ്റ്സ് എടുത്ത് കൊടുക്കേണ്ട ഒരു ബുദ്ധിമുട്ട് വരില്ല. അപ്പോൾ ഇത് ഞാൻ 8ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്താണ് കേട്ടോ ചുരിദാറൊക്കെ ഇടാൻ തുടങ്ങിയത്. അപ്പോൾ ആ സമയത്ത് നമുക്ക് വി ഷേപ്പിൽ ഷാള് കുത്തണമായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ ചെയ്തിരുന്നത് ഇങ്ങനെയാണ് പ്ലീറ്റ്സ് എടുത്തിരുന്നത്. അപ്പം അങ്ങനെ പഠിച്ചിട്ടുള്ളതാണ് കേട്ടോ ഈ ഒരു പ്ലീറ്റ്സ്. അപ്പോൾ അത് ഭയങ്കര ഈസി മെത്തേഡായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഇനി അതുപോലെ ഹെവി സാരിയൊക്കെ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ ഷോൾഡറിൽ പിൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഓൾറെഡി നമ്മുടെ കറക്റ്റ് മെഷർമെൻറ്റാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ ഒരു ചുറ്റിയതിന് ശേഷമാണ് കേട്ടോ നമ്മൾ ഷോൾഡറിൽ കൊണ്ടുപോയിട്ട് പിൻ ചെയ്ത് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ ലെഫ്റ്റ് സൈഡിലെ ഷോൾഡറിലാണ് നമ്മൾ പിൻ ചെയ്ത് കൊടുക്കുന്നത്. അപ്പം നമ്മൾ ഇപ്പോൾ ബാക്കിലേക്ക് ഇറക്കി കുത്തണമെന്നില്ല, നമ്മളൊരു റഫായിട്ട് പിൻ ചെയ്ത് കൊടുത്താൽ മതി. ലാസ്റ്റ് നമ്മൾ ഹിപ്പ് പ്ലീറ്റ്സ് എടുത്തതിന് ശേഷം ഇതൊന്നും കൂടി ടൈറ്റൻ ചെയ്ത് കുത്തുന്നതാണ് കുറച്ചും കൂടി നല്ലതായിരിക്കും. എന്നിട്ട് നമ്മൾ ഫ്രണ്ടിലത്തെ പ്ലീറ്റ്സൊക്കെ ഒന്ന് വൃത്തിയാക്കി കൊടുക്കുക. കാരണം നമ്മൾ ഹിപ്പ് പ്ലീറ്റ്സ് എടുക്കുമ്പോൾ കുറച്ച് ടൈറ്റ് ചെയ്തിട്ട് പിടിച്ചിട്ട് വേണം എടുക്കാൻ. അപ്പോൾ ആ ഒരു പ്ലീറ്റ്സൊക്കെ ഹിപ്പ് പ്ലീറ്റ്സ് ആണെങ്കിലും വൃത്തിയായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഒന്ന് ജസ്റ്റ് ടൈറ്റ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ നേരെ നമ്മുടെ റൈറ്റ് സൈഡിലെ ലെഗിൻ്റെ അവിടേക്ക് കൊണ്ടുപോവുക. എന്നിട്ട് ജസ്റ്റ് നമ്മൾ ഹിപ്പ് പ്ലീറ്റ്സ് ഇപ്പം തന്നെ എടുത്ത് കൊടുക്കുകയാണ്. അതെല്ലാമെന്ന് വെച്ചിട്ട് ട്വിസ്റ്റ് ചെയ്ത് കൊടുത്താലും അവിടുത്തെ നമ്മൾ ഈ ഫ്രണ്ടിലെടുത്തിട്ടുള്ള പ്ലീറ്റ്സ് തന്നെയാണ് നമുക്കവിടെ ഹിപ്പ് പ്ലീറ്റ്സ് ആയിട്ട് കിട്ടുന്നത്. അപ്പം നമ്മൾ ട്വിസ്റ്റ് ചെയ്യുമ്പോൾ വരുന്നതും മറ്റവിടുത്തെ ആ ഒരു ഫ്രണ്ടിലത്തെ മടക്ക് നമുക്കങ്ങോട്ട് കിട്ടുന്നതാണ്. എന്നിട്ട് ഞാൻ അവിടെ ഒരു പിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ഇത് എന്താ പറയുക, ട്വിസ്റ്റ് ചെയ്ത് ഉള്ളിലേക്ക് കയറ്റി വയ്ക്കുന്നൊന്നുമില്ല, ജസ്റ്റ് അത് അങ്ങനെ ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ നമ്മളിനി അടിയിലത്തെ പ്ലീറ്റ്സാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ എടുക്കുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു രീതിക്ക് നമ്മൾ ഈ അടിയിലത്തെ പ്ലീറ്റ്സ് എടുക്കുകയാണെന്ന് വെച്ചാൽ കുറച്ചുകൂടി എളുപ്പമാണ്. നല്ല ഹെവി ആയിട്ടുള്ള സാരി ഒക്കെ ഇങ്ങനത്തെ ഈ രീതിക്ക് പ്ലീറ്റ്സ് എടുക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്ര ബുദ്ധിമുട്ടുണ്ടായിരിക്കില്ല. അതുപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ആ ഒരു ഫസ്റ്റ് പ്ലീറ്റ് ഉണ്ടല്ലോ, അതിലത്തെ ഒരു പ്ലീറ്റും കൂടി വിട്ട് അതൊരു വലിയ പ്ലീറ്റാക്കിയിട്ട് ഇടുന്നുണ്ട്. കാരണം നമുക്കത് കറക്റ്റ് ഒരു സെൻറ്ററിലായിട്ട് തന്നെ വരണം നമ്മുടെ ആദ്യത്തെ പ്ലീറ്റ്. ബാക്കിയുള്ളതൊന്നും ചെറിയ പ്ലീറ്റ്സ് ആയാലും കുഴപ്പമില്ല. പക്ഷേ ഫസ്റ്റ് പ്ലീറ്റ് നമ്മൾ കുറച്ച് വീതിക്കായിട്ട്, അതായത് നമ്മൾ പിടുത്തലത്തെ 2 പ്ലീറ്റ് ഒന്നാക്കി ഒരു വലിയ പ്ലീറ്റാക്കി, എന്നിട്ട് നമ്മളത് അറേഞ്ച് ചെയ്ത് ജസ്റ്റ് നമ്മുടെ ഒരു പൊക്കിളുടെ സെൻറ്ററിലായിട്ട് നമ്മളത് ടക്കിങ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് എക്സ്ട്രാ വരുന്ന ഈ സംഭവം നമ്മളിങ്ങനെ ബാക്കിലേക്ക് ഇങ്ങനെ
കുറച്ച് ശേഷം നമ്മൾ ടക്ക് ചെയ്ത് ബാക്കിലേക്ക് കൊണ്ടുപോയി അതങ്ങ് ഇടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൃത്തിയായിട്ടിരുന്നോളും. അതല്ലെങ്കിൽ അവിടെ ഒരു പ്ലീറ്റാക്കി ഇടാറുണ്ടെങ്കിൽ പ്ലീറ്റാക്കി ഇടുമ്പോൾ നമുക്ക് ഈ ഒരു റൈറ്റ് സൈഡിലായിട്ട് അതിൻ്റെ ഒരു ഞെറി പോലെ വന്ന് നിൽക്കും. അപ്പോൾ അതിനേക്കാളും ഭംഗി അവിടെ പ്ലെയിനായിട്ട് നിൽക്കുന്നതാണ്. ഇനി നമുക്ക് ഈ ഒരു സമയത്ത് നമുക്ക് നമ്മുടെ ഈ ഒരു ഫ്രണ്ട് പ്ലീറ്റ്സ് ഒക്കെ റെഡിയാക്കിയിട്ട് നമുക്ക് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഷോൾഡറിൽ പിന്നഴിച്ച് ഒന്നുകൂടി ടൈറ്റൻ ചെയ്ത് നമ്മുടെ ബാക്കിലേക്ക് ഒന്ന് ഇറക്കി പിൻ ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിക്ക് നമ്മൾ സാരി ഉടുക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നല്ല വൃത്തിയായിട്ട് സാരി ഉടുക്കാൻ പറ്റും. എല്ലാ പ്ലീറ്റ്സും നല്ല വൃത്തിയായിട്ട് തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായി എന്ന് തോന്നുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ, താങ്ക് യു സോ മച്ച്. അതുപോലെ നിങ്ങൾ സ്കൂൾ യൂണിഫോമിൽ ഇതുപോലത്തെ പ്ലീറ്റ്സ് ഇട്ടിട്ടാണോ ഷോൾ ഇട്ടിരുന്നതെന്ന് അങ്ങനെ ആരെങ്കിലും ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിയിലത് കമൻറ്റ് ചെയ്യും കേട്ടോ. അപ്പം ഞങ്ങൾ കുറേ കാലം ഈ രീതിക്കാണ് ഷോൾ ഇട്ട് പോയിരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഓർമ്മ കൂടിയാണിത്.